നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ജൂലൈ 3 വ്യാഴം. VCയുടെ നടപടിക്കെതിരെ SFI രാജ്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച്. കാവിക്കൊടിക്ക് VCയുടെ പിന്തുണ. എതിർത്ത രജിസ്ട്രാർക്കെതിരെ പ്രതികാര നടപടി. സെനറ്റ് ഹാളിൽ കാവിക്കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ നടപടിയെടുത്തതാണ് VCയെ പ്രകോപിപ്പിച്ചത്. സിസ തോമസിന് കേരള VCയുടെ താത്കാലിക ചുമതല. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ കാവിക്കൊടി പിടിച്ച് സ്ത്രീയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ നിലപാടെടുത്ത രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു. സംഘപരിവാർ സംഘടനകളുടെയും ഗവർണറുടെയും ആജ്ഞാനുസരണമാണ് VC മോഹനൻ കുന്നുമ്മലിൻ്റെ ചട്ടവിരുദ്ധ നടപടി. യൂത്ത് കോൺഗ്രസിന്റെ വീട് തട്ടിപ്പ്. പറഞ്ഞത് വ്യാജം. ഭൂമിക്കായി കത്ത് നൽകിയിട്ടില്ല. സ്പോൺസർ ചെയ്തത് 30 വീട്. ഫണ്ട് പിരിച്ചിട്ടും ഒരു വീടും നിർമ്മിച്ചില്ല. മുണ്ടക്കൈ ഭവന പദ്ധതിക്കായി ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയെന്ന യൂത്ത് കോൺഗ്രസ് വാദം പച്ചക്കള്ളം. ഈ ആവശ്യം ഉന്നയിച്ച് ഒരു കത്തും ലഭിച്ചിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. മുണ്ടക്കൈ ഭവന പദ്ധതിയുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നുൾപ്പെടെ പണം പിരിച്ചിട്ടും വീട് വെച്ച് കൊടുക്കാത്തത് വിവാദമായപ്പോഴാണ് പുതിയ കള്ളവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. യൂത്ത് കോൺഗ്രസ് നേതാവ് കഞ്ചാവുമായി പിടിയിൽ. കൊല്ലം. ലഹരിവിരുദ്ധ പ്രചാരണങ്ങളിൽ സജീവമായ കോൺഗ്രസ് നേതാവ് 1.5 കിലോ കഞ്ചാവുമായി പിടിയിൽ. കോൺഗ്രസ് കുമ്മിൾ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം മങ്കാട് സച്ചിൻ നിവാസിൽ സച്ചിൻ 31 അറസ്റ്റിലായത്. ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ കടക്കൽ മാർക്കറ്റിന് സമീപം നടത്തിയ പരിശോധനയിലാണ് 1.45 കിലോഗ്രാം കഞ്ചാവുമായി ഇയാൾ പിടിയിലായത്. ഗൂഢനീക്കവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നു. ജന്മനാട്ടിലല്ല താമസിക്കുന്നിടത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാർ പട്ടികയിൽ നിന്ന് 1.5 കോടി പേർ പുറത്താകും. കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുടിയേറ്റ തൊഴിലാളികൾ പട്ടികയിൽ ഉൾപ്പെടും. ദേശീയ പഠന നേട്ട സർവേയിൽ രാജ്യത്ത് 2ാം സ്ഥാനം. കേന്ദ്രം വാരിക്കോരി കൊടുത്തവരെയും പിന്നിലാക്കി കേരളത്തിന്റെ കുതിപ്പ്. 2024 നാസ് സർവേയിൽ കേരളത്തിന്റെ പ്രകടനം. രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന നേട്ട സർവേ നാസയിൽ തലയെടുപ്പോടെ കേരളം. 2024 നാസ് റിപ്പോർട്ട് അനുസരിച്ച് ആകെ മികവിൽ 65.33 പോയിന്റോടെ രാജ്യത്ത് 2ാമതാണ് കേരളം. 2021 സർവേയിലെ 16ാം സ്ഥാനത്ത് നിന്നാണ് കേരളത്തിൻ്റെ കുതിച്ചുചാട്ടം. 68 പോയിന്റുമായി പഞ്ചാബാണ് 1ാമത്. കേരളം പ്രതിരോധിക്കുന്നു. കേട്ടുകേൾവിയല്ല, ഇതാ അനുഭവ സാക്ഷ്യങ്ങൾ. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ പേരിൽ സർക്കാർ ആശുപത്രികളെ തന്നെ തകർക്കാനുള്ള മാധ്യമ നീക്കത്തിനെതിരെ കേരളം സ്വന്തം അനുഭവങ്ങൾ സാക്ഷിയാക്കി പ്രതിരോധിച്ചു തുടങ്ങി. കഴിഞ്ഞ 9 വർഷം കൊണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സാ കേന്ദ്രമായി മാറിയതിൻ്റെ നേർസാക്ഷ്യം പറയുന്നവരിൽ അധികവും സാധാരണക്കാർ, മാധ്യമപ്രവർത്തകരും വീട്ടമ്മമാരും അക്കൂട്ടത്തിലുണ്ട്. അറ്റുതൂങ്ങിയ തൻ്റെ കൈ 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ അതീവ ശ്രദ്ധയോടെ തുന്നിയെടുത്ത് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മെഡിക്കൽ ടീമിൻ്റെ കരുതൽ വാർത്താ ചാനലിൽ പങ്കുവച്ചത് കലഞ്ഞൂർ സ്വദേശിനി എസ് വിദ്യ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലഭിച്ച ഹോർമോൺ ചികിത്സയുടെ ഹൃദ്യമായ അനുഭവമാണ് മാധ്യമപ്രവർത്തക രഞ്ജി ആർ നായർ ഫേസ്ബുക്കിൽ കുറിച്ചത്. കുറിപ്പ് മന്ത്രി വീണ ജോർജ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചു. ഭാര്യ ഗർഭിണിയായിരിക്കെ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ലഭിച്ച മികച്ച ചികിത്സയെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ KV മധുവും മാധ്യമത്തിൽ എഴുതി. വിദ്യയും രജിയും മധുവും എത്രയോ അനുഭവസ്ഥരിൽ ചിലർ മാത്രം. എനിക്ക് എൻ്റെ ജീവനിൽ പേടിയുണ്ട് എന്ന് മുൻ മന്ത്രി P ശങ്കരൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് മെഡിക്കൽ കോളേജുകളെ ആക്ഷേപിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകനോട് ചോദിച്ച വിദ്യയുടെ വാക്കുകളിലേക്ക് കേരളം എത്തിയത് LDF സർക്കാർ നൽകിയ 9
വികസന വർഷങ്ങളുടെ കൈപിടിച്ചാണ്. അപകടത്തിൽ തുടയെല്ല് പൊട്ടിയപ്പോഴാണ് മന്ത്രി പി ശങ്കരൻ മെഡിക്കൽ കോളേജിലെ ചികിത്സയെ തള്ളിപ്പറഞ്ഞത്. ശങ്കരന്റെ വാക്കുകൾ അന്ന് വൻ വിവാദത്തിന് തിരികൊളുത്തി. നേട്ടങ്ങൾ സ്വന്തം ഡോക്ടർ ഇക്ബാൽ. ആരോഗ്യ മാനദണ്ഡങ്ങളിൽ ലോകരാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന മികച്ച നേട്ടങ്ങളാണ് കേരളം കൈവരിച്ചത്. ഒപ്പം പ്രതിസന്ധികളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തി ഭാവിയിലേക്കുള്ള പരിഹാര മാർഗത്തിന് കൂട്ടായ ശ്രമമാണ് വേണ്ടത്. ശസ്ത്രക്രിയ വൈകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുന്നവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കേന്ദ്ര സ്ഥാപനമായ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സമാനമായ സംഭവം നടന്നത് വിസ്മരിക്കുന്നു. ചികിത്സാരംഗത്ത് എഐയും നിർമ്മിത ബുദ്ധിയും മെഷീൻ ലേണിംഗും ചികിത്സാരംഗത്ത് പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. റോബോട്ടിക് സർജറി, പൂർണ്ണമായി ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ജി-ഗൈറ്റർ, ബ്ലഡ് ബാഗ് ട്രീസബിലിറ്റി എന്നിവ ഉദാഹരണങ്ങളാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അപൂർവ രോഗങ്ങൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണത്തിന് കെയർ പദ്ധതി, സ്റ്റേറ്റ് 1 ഹെൽത്ത് സെന്റർ, KCDC നിപ്പ റിസർച്ച് സെന്റർ, കുഞ്ഞുങ്ങളിലെ വൃക്കരോഗം കണ്ടെത്തി ചികിത്സയ്ക്കായി രാജ്യത്ത് ആദ്യമായി ജില്ലാ ആശുപത്രികളിൽ ക്ലിനിക് എന്നിവ ആരംഭിച്ചു. കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കി ആരോഗ്യ കിരണം. നിർത്തലാക്കി എന്നത് വ്യാജ പ്രചരണം. കിഫ്ബിയിലൂടെ 10,000 കോടി. ആരോഗ്യ കേരളം രോഗാതുരമല്ല, മാറ്റം മുന്നിലുണ്ട്. കുതിപ്പിന്റെ 9 വർഷം. കോന്നി മെഡിക്കൽ കോളേജ് UDF ഭരണകാലത്ത് ചികിത്സ വേണം രാഷ്ട്രീയ തിമിരത്തിന്. ആരോഗ്യ കേരളത്തെ അത്യാഹിത വിഭാഗത്തിലാക്കിയ UDF കാലം കേരളം മറക്കില്ല. NHMന് കേന്ദ്രം നൽകേണ്ടത് 538 കോടി. മികവിന്റെ ആരോഗ്യ കേന്ദ്രങ്ങൾ. 10 വർഷം മുമ്പ് സർക്കാർ ആശുപത്രികളിൽ എത്തിയാലുള്ള സ്ഥിതി നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഡോക്ടർമാരില്ല, OP ടിക്കറ്റ് എടുക്കാൻ ജീവനക്കാരില്ല, ഇരിപ്പിടമില്ല, കിടക്കയില്ല, വരുന്നില്ല. UDF സർക്കാർ കേരളം ഭരിച്ചിരുന്നപ്പോഴുള്ള സ്ഥിതിയാണിത്. എന്നാൽ ഇന്ന് ഇക്കഥയൊക്കെ മാറി. ആശുപത്രികളെല്ലാം വികസനത്തിന്റെ പാതയിൽ കരുത്തോടെ മുന്നേറുകയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളായി. മികച്ച ചികിത്സ, ആവശ്യത്തിന് മരുന്ന്, സ്വകാര്യ ആശുപത്രികൾ വൻതുക നൽകി നടത്തേണ്ട പരിശോധനകളും ചികിത്സയുമടക്കം കുറഞ്ഞ ചെലവിലും സൗജന്യമായി നടത്താമെന്നായി. മുഖം മിനുക്കലല്ല, കോടികൾ മുടക്കി ആരോഗ്യ പരിപാലനത്തിന് കരുത്തേകുന്ന മാറ്റങ്ങളുമായാണ് സർക്കാർ ആശുപത്രികളുടെ മുന്നേറ്റം. കണ്ടറിയാം മാറ്റം. തലയെടുപ്പോടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, പാരിപ്പള്ളി. നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ കുണ്ടറ താലൂക്ക് ആശുപത്രി കെട്ടിടം സ്റ്റാർ ഹോട്ടലല്ല, ആശുപത്രിയാണ്. ഇത് കുണ്ടറയുടെ സ്വന്തം ആതുരാലയം. സർക്കാരിന്റെ വലിയ പിന്തുണ. മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന സാധാരണക്കാർക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ വലിയ പിന്തുണയാണ് സർക്കാർ നൽകുന്നത്. ഫണ്ടിന്റെ ലഭ്യതക്കുറവിൽ നിലവിലില്ല. ചെറിയ പരാതികൾ പോലും പരിഹരിച്ച് നല്ല സേവനമാണ് ആളുകൾക്ക് നൽകുന്നത്. ഡോക്ടർ CV രാജേന്ദ്രൻ, സൂപ്രണ്ട്, കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. നിർമ്മാണം പൂർത്തിയാകുന്ന കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി കെട്ടിടം. ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രി. ഇവിടെ അമ്മയ്ക്കും കുഞ്ഞിനും സൗഖ്യം. സാധാരണക്കാരുടെ സർക്കാർ. ജനോപകാരപ്രദമായ കൂടുതൽ പദ്ധതികൾ LDF സർക്കാർ നടപ്പാക്കട്ടെ. വിക്ടോറിയ ആശുപത്രിയിലെ പ്രസവം കഴിഞ്ഞ് എൻ്റെ ഭാര്യയും കുഞ്ഞും കഴിഞ്ഞ ദിവസം സുരക്ഷിതമായി വീട്ടിലെത്തി. വാഹനം തേടി അലയാനോ വാടക നൽകാൻ പണത്തിനോ ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. കൂട്ടിനും പുരുഷന്മാരും വേണമെന്നില്ല, ബൈസ്റ്റാൻഡർ മാത്രം മതി. മാതൃയാനത്തിലാണ് അവർ എത്തിയത്. അവളുടെ ആദ്യ പ്രസവത്തിലും മാതൃയാനം തുണയായിരുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന സർക്കാരിന് അഭിനന്ദനം. സുനിൽ, കൂനൽച്ചാലിൽ വീട്, മരുതിക്കുന്ന്, നാവായിക്കുളം. ഇരുൾപ്പരപ്പിലെ ഇത്തിരി വെട്ടം. സുധീഷും സുജാതയും. കടക്കൽ. കാലിടറിയവന്റെ നിസ്സഹായതയെ കരുതലും കൈത്താങ്ങുമായി കൈപിടിച്ചുയർത്തിയത് കഥയല്ല. മടത്തറ അരിപ്പൽ സുധീഷ് ഭവനിൽ സുധീഷിന്റെ നേരനുഭവം. മുമ്പ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വാർഡ് ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന സുനാമി സ്മാരക കെട്ടിടം.
അന്ന് സുനാമി കെട്ടിടം, ഇന്ന് ബഹുനില മന്ദിരം. ആതുര രംഗത്ത് വികസനത്തിന് പര്യായമായി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി കെട്ടിടം കിഫ്ബി അനുവദിച്ച് 64 കോടി ചെലവഴിച്ചാണ് നിർമ്മാണം. മുമ്പ്, ഇപ്പോൾ. ആതുര രംഗത്ത് വികസനത്തിന് പര്യായമായി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി കെട്ടിടം കിഫ്ബി അനുവദിച്ച് 64 കോടി ചെലവഴിച്ച് നിർമ്മാണം നൽകി. സ്വപ്നതുല്യമായ വികസന പദ്ധതികളുമായി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക്. 9 നിലയുള്ള കെട്ടിട സമുച്ചയമാണ് നിർമ്മിക്കുന്നത്. ചുറ്റുമതിൽ നിർമ്മാണവും കെട്ടിടങ്ങളുടെ പെയിന്റിംഗ് ജോലികളും പൂർത്തിയായി വരികയാണ്. 3 മാസത്തിനകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ദേശാഭിമാനി എഡിറ്റോറിയൽ. അന്നം മുടക്കുന്ന കേന്ദ്ര അവഗണന. സംസ്ഥാനത്തെ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കാലത്ത് അധികമായി 5 കിലോ അരി വിതരണം ചെയ്യണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ നിഷ്കരുണം തള്ളിയിരിക്കുന്നു. പണം കൊടുത്ത് അരി വാങ്ങാൻ കഴിവുള്ളവരുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണെന്നാണ് കേന്ദ്രത്തിന് ന്യായം. ആവശ്യമെങ്കിൽ അധിക വില നൽകി വാങ്ങിക്കൊള്ളാനാണ് നിർദ്ദേശം. തികച്ചും ജനദ്രോഹപരമായ ഈ നിലപാടിന് പിന്നിൽ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ല. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയതോടെ കേരളത്തിലെ ജനങ്ങളെ 57% പേർ റേഷൻ പരിധിക്ക് പുറത്തായ സ്ഥിതിയാണ്. മുൻഗണനാ വിഭാഗമായ മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾക്ക് മാത്രമേ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പ്രകാരമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇതിനു പുറമെ ലഭിക്കുന്ന പരിമിതമായ ടൈഡ് ഓവർ വിഹിതത്തിൽ നിന്നാണ് മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ റേഷൻ നൽകുന്നത്. ഭക്ഷ്യക്കമ്മി സംസ്ഥാനമായ കേരളത്തിൽ ഓണം പോലെയുള്ള വിശേഷ അവസരത്തിൽ പൊതുവിപണിയിൽ അരി വില കുതിച്ചുയരുന്നത് തടയാൻ മുൻഗണനേതര വിഭാഗങ്ങൾക്കും കഴിയുന്നത്ര അളവിൽ സൗജന്യ നിരക്കിൽ അരി വിതരണം ചെയ്യേണ്ടതുണ്ട്. കേന്ദ്ര ഭക്ഷ്യവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ഉന്നയിച്ച ഭക്ഷ്യമന്ത്രി GR അനിലിന് പക്ഷേ ലഭിച്ച മറുപടി തികച്ചും നിഷേധാത്മകമായിരുന്നു. കാവി ചാർത്താൻ ബഹുമുഖ നീക്കം. DGP നിയമനം വിവാദങ്ങളും വസ്തുതകളും. സ്കൂൾ പ്രവേശനം തലവരിപ്പണം വാങ്ങിയാൽ 10 ഇരട്ടി പിഴ. സ്കൂൾ പ്രവേശനം തലവരിപ്പണം വാങ്ങിയാൽ 10 ഇരട്ടി പിഴ. മന്ത്രി. സ്കൂൾ പ്രവേശനത്തിന് സർക്കാർ നിശ്ചയിച്ച തുകയ്ക്ക് പുറമെ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിൽ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിയാൽ 10 ഇരട്ടി പിഴയെന്ന് മന്ത്രി V. ശിവൻകുട്ടി. പ്രവേശനത്തിനായി കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ പ്രവേശന പരീക്ഷ നടത്താൻ പാടില്ലെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുട്ടിയെ സ്ക്രീനിംഗ് നടപടിക്ക് വിധേയമാക്കിയാൽ ആദ്യ ലംഘനത്തിന് 25,000 രൂപ പിഴയും തുടർന്നുള്ള ഓരോ ലംഘനത്തിനും 50,000 രൂപ പിഴയും ലഭിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ഉത്തരവാദിത്വം. ടൂറിസം തൊഴിൽ നൽകും. തൊഴിൽ പരിശീലനത്തിനായി ദുരിതബാധിതരിൽ നിന്ന് പ്രത്യേകം അപേക്ഷ ക്ഷണിക്കും. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് തൊഴിൽ നൽകാൻ പ്രത്യേക പദ്ധതിയുമായി ടൂറിസം വകുപ്പ്. ആദ്യഘട്ടത്തിൽ തൊഴിലും ഉപജീവനവും നഷ്ടപ്പെട്ട 30 പേർക്ക് ഉത്തരവാദിത്വ ടൂറിസം മിഷൻ സൊസൈറ്റി പ്രത്യേക പരിശീലനം നൽകി തൊഴിൽ നൽകും. സുവനീർ, കരകൗശല വസ്തു നിർമ്മാണം, കമ്മ്യൂണിറ്റി ടൂർ ലീഡർ ടൂർ ഗൈഡ് എന്നിവയിൽ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് തൊഴിൽ പരിശീലനം നൽകും. ദുരന്തബാധിതരെ ചേർത്ത് നിർത്തും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം സർക്കാർ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നതെന്ന് ടൂറിസം മന്ത്രി P. A. മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുനരധിവാസത്തിന്റെ ഭാഗമായി ദുരന്തബാധിതർക്ക് ഉപകാരപ്രദമായ വിധം തൊഴിൽ പരിശീലനം നൽകാനാണ് പദ്ധതി. അന്താരാഷ്ട്ര ടൂറിസം ഡെസ്റ്റിനേഷനാകാൻ മൂന്നാർ. സഞ്ചാരികളുടെ ഇഷ്ട ഇടമായ മൂന്നാറിനെ ഡിസംബറിൽ അന്താരാഷ്ട്ര ഉത്തരവാദിത്വ ടൂറിസം ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിക്കും. ഓണക്കാലത്ത് അധിക അരിവിഹിതമില്ല. കേന്ദ്ര സർക്കാർ നിലപാട് പ്രതിഷേധാർഹം. മുഖ്യമന്ത്രി. ദേശാഭിമാനി എഡിറ്റോറിയലും മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. കുറ്റപ്പെടുത്തിയത് ബ്യൂറോക്രസിയെ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ. രജിസ്ട്രാറുടെ സസ്പെൻഷൻ. കേരള VCയുടേത് അധികാര ദുർവിനിയോഗം. സർക്കാർ നിയമപരമായി നീങ്ങും. ചിന്തയിൽ ചോദ്യോത്തര പങ്ക്തി ആരംഭിക്കുന്നു.
ആഗോള, ഇന്ത്യൻ, കേരള സമ്പദ്ഘടനകളെക്കുറിച്ചുള്ള വായനക്കാരുടെ സംശയങ്ങൾക്ക് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധർ മറുപടി നൽകും. പ്രൊഫസർ പ്രഭാത് പട്നായിക്, ഡോക്ടർ ടി.എം. തോമസ് ഐസക്, പ്രൊഫസർ ആർ. രാംകുമാർ, പ്രൊഫസർ കെ.എൻ. ഹരിലാൽ, പ്രൊഫസർ ജിജു പി. അലക്സ് എന്നിവരാണ് സാമ്പത്തിക രംഗത്തെ നവീനമായ മാറ്റങ്ങളെക്കുറിച്ചും പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ലളിതമായ ഭാഷയിൽ മറുപടി നൽകുക. കരുവന്നൂരിൽ CBI അന്വേഷണം വേണ്ട. ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാന ഘട്ടത്തിൽ. അന്വേഷണം നടക്കുന്നത് പ്രധാന കേസടക്കം 22 എണ്ണത്തിൽ. VSന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ജൂൺ 23-ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട അദ്ദേഹത്തെ SUTയിലെ പ്രത്യേക മെഡിക്കൽ സംഘമാണ് ചികിത്സിക്കുന്നത്.